കർത്താവ് കടന്നു വരുന്നു. ജീവിക്കുന്ന ദൈവം കടന്നു വരികയാണ്. കരങ്ങളുയർത്തിക്കൊണ്ട് കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ തൊഴിൽ മേഖലകളിലേക്ക് പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആഗതമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരികയാണ്. പ്രബന്ധ പ്രതാപത്തോടുകൂടി ദൈവഭക്തനായ ദൈവം എഴുന്നള്ളി വരുന്നു. വിശ്വാസത്തോടെ വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ യേശുവേ, വരേണമേ രക്ഷകാ, വരേണമേ യേശുവേ, വരേണമേ രക്ഷകാ, വരേണമേ. ഹല്ലേലൂയ, ദിവ്യകാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സൗഖ്യമായി വരേണമേ. ചേർത്ത് പാടാം. ദിവ്യകാരുണ്യമേ സൗഖ്യമായി വരേണമേ. കരങ്ങൾ വീശിക്കോട്ടെ. യേശുവേ, വരേണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് രക്ഷകാ, നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ, വരേണമേ രക്ഷകാ, വരേണമേ. ദിവ്യകാരുണ്യമേ ജീവനായി വരേണമേ. ദിവ്യകാരുണ്യമേ സ്നേഹമായി വരേണമേ. യേശുവേ, വരേണമേ രക്ഷകാ, വരേണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ശക്തമായി സ്തുതിക്കട്ടെ. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തും, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവര്, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര്, അതേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബറിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാലാഖമാരുടെ റാണി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ആവേ ആവേ, കരങ്ങൾ വീശി. ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. സ്തുതിയുടെ ഹല്ലേലൂയ. ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം ആദ്യമായി വന്നിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വിദേശി ജോലി ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഫ്രീ വിസയിൽ ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, വിസ എക്സ്പയർ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പൊതുമാപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന വിദേശികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രോഗ്രാം കർത്താവേ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവിടെ നിയോഗങ്ങള് ഈ ദിവ്യാരാധന സമർപ്പിക്കുന്നു. കർത്താവേ, ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ,
ഉടമ്പടി പ്രാർത്ഥന എല്ലാം സമർപ്പിക്കുന്നു. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. Praise the Lord. നമുക്കിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ ദൈവത്തോട് കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, വചനം അക്ഷരാർത്ഥത്തിൽ പാലിക്കാനുള്ള വലിയ അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം വചനം പാലിക്കാൻ പലർക്കും പാടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ വചനം ഓർത്ത് കിട്ടത്തില്ല. എന്തെങ്കിലും ജീവിത വിഷയം ഉണ്ടാകുമ്പോഴേ അതിനുള്ളിലുള്ള എന്ത് വചനമാണ് എന്നുള്ളത് ഓർത്ത് കിട്ടത്തില്ല. ഇനി ഓർത്ത് കിട്ടിയാൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ഒരു ആത്മാവെന്ന് പറയുന്നത് തന്നെ വചനം പാലിക്കുന്നതിലൂടെയാണ് പെട്ടെന്ന് എല്ലാം സ്പീഡാകണത്. ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ, അച്ഛൻ പറയണത് ശ്രദ്ധിക്കണം. ഉടമ്പടിയുടെ ഒരു മർമ്മം എന്ന് പറയണത് വചനം പാലിക്കുന്നതനുസരിച്ച് നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യണം. അതായത് മനസ്സിൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവവചനങ്ങൾ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൽ പാലിക്കുവാൻ ലളിതമായി പാലിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ അനുഗ്രഹിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കണത്. അനുഗ്രഹവും അഭിഷേകവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അനുഗ്രഹം ബ്ലെസ്സിങ്സാണ്. അത് പലപ്പോഴും വർക്ക് ചെയ്യണത് ഭൗതികമായ ഫിസിക്കൽ ഫേവേഴ്സാണ്. അഭിഷേകം ആത്മീയ മേഖലയിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ആ അഭിഷേകം കിട്ടും. നമുക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസ്റ്റ് ഫോളോവർ, ഈശോനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടത് ബ്ലെസ്സിങ്സ് അല്ല, അഭിഷേകമാണ് വേണ്ടത്. കാര്യം അനുഗ്രഹം എന്ന് പറയുന്ന ബ്ലെസ്സിങ്സ് ഫിസിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭൗതിക മണ്ഡലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. അത് അഭിഷേകമെന്ന് പറയുന്നത് ആത്മീയ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അനുഗ്രഹ വിധി പ്രകാരം ഇപ്പോൾ അർത്ഥമാറ്റിക് പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? 1, 2, 3, 4 അല്ലേ? ജിയോമെട്രിക് പ്രൊപ്പോർഷൻ എന്താ? 2, 4, 8, 16 അതാണ് വ്യത്യാസം വരുന്നത്. അത് ഭയങ്കര സ്പീഡാണ്. ഇതുപോലെ ഒരു വിഷയം അനുഗ്രഹ മേഖലയിൽ നടക്കാം, ഒരു വിഷയം അഭിഷേക മേഖലയിൽ നടക്കാം. ഇപ്പം ഈശോയുടെ അമ്മ എന്താണ് പറഞ്ഞത്? അല്ല, മലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അനുഗ്രഹ മേഖലയാണത്, ഭൗതിക മേഖലയാണ്. അപ്പോൾ ഭൗതിക മേഖലയെക്കുറിച്ചാണ് അമ്മ ചോദിക്കുന്നത്. അപ്പോഴേ കൊടുക്കുന്ന ഉത്തരം എന്താ? ഇപ്പോൾ ലൂക്ക 1:34 കൊടുക്കുന്ന ഉത്തരം എന്താ? പരിശുദ്ധാത്മാവ്. അപ്പോൾ അനുഗ്രഹ മേഖല അല്ലത്, അഭിഷേക മേഖലയിലാണ്. അത് അഭിഷേക മേഖലയിലാണ്. എന്താ പറയണത്? പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈശോ വന്നപ്പോഴും ഈ വിഷയം വളരെ വ്യക്തമായി സംസാരിച്ചു. എന്താണ് ഈശോ പറഞ്ഞത്? യോഹന്നാൻ 3:36
ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മാവും ജീവനുമായ വചനം ആത്മാവിൻ്റെ കൃപയാൽ എക്സിക്യൂട്ട് ചെയ്യണം. ശരീരത്തിൻ്റെ ജഡികമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വചനം പാലിക്കാൻ താമസം വരണത്. കാര്യം വചനം പാലിക്കാൻ താമസം വരാൻ പാടില്ല. വചനം കേട്ടാൽ ദൈവ പൈതലാണ് നീയെങ്കിൽ പെട്ടെന്നത് പാലിക്കും. അതിൻ്റെ തടസ്സങ്ങൾ നിനക്ക് പ്രശ്നമല്ല. ഈസിയായി ദൈവവചനം നീ ഒരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസിക്കൊരു അടയാളമുണ്ട്. ഈസിയായി ദൈവവചനം പാലിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് പ്രശ്നം. നമ്മൾ ദൈവത്തോട് ചോദിക്കണത് ഈസിയായി എളുപ്പത്തിൽ ദൈവവചനം പാലിക്കാൻ കൃപ തരണമെന്ന് പറയും. അത് അനുഗ്രഹമല്ല, കൃപയാണ്. എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ പെട്ടെന്ന് ദൈവവചനം പാലിക്കുവാൻ കൃപ തരണമേ. ഇതിപ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം, എളുപ്പത്തിൽ ദൈവവചനം പാലിക്കുവാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ വചനം വായിക്കുന്നുണ്ട് ഇല്ലേ? അരമണിക്കൂർ വചനം വായിക്കുന്നുണ്ട്. അരമണിക്കൂർ വചനം വായിക്കുന്നത് എന്തിനാണ്? ഉടമ്പടി പ്രകാരമാണ് വായിക്കുന്നത്. ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ കാരണം അവൻ പറഞ്ഞതുപോലെ ചെയ്യുവിൻ എന്നല്ലേ ഈശോ പറഞ്ഞത്. പരിശുദ്ധ അമ്മ പറഞ്ഞത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുവിൻ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2:5 പറയുമ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാവുന്നതാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അല്ലേ? ഉടമ്പടി ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതവൻ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ മർക്കോസ് 1:15 അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾക്ക് സുവിശേഷം അറിയണം ഇല്ലേ? സുവിശേഷം അറിയാതെ എങ്ങനെ നമ്മൾ സുവിശേഷത്തെ വിശ്വസിക്കണത്? സുവിശേഷം അറിയാന്ന് വെച്ചാൽ സുവിശേഷ വചനങ്ങൾ അറിയാൻ വേണ്ടിയാണ് അരമണിക്കൂർ വചനം എല്ലാ ദിവസവും വായിക്കണത്. ഈ അരമണിക്കൂർ വചനം വായിക്കുമ്പോൾ ഉടമ്പടി പ്രകാരം വായിക്കണതും നമ്മളുടെ സാധാരണ വായനയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അരമണിക്കൂർ വായിക്കും ഇല്ലേ? ചിലർ ജഡ്ജസ് വായിക്കും, ചിലർ പ്രവാചകന്മാർ വായിക്കും, അങ്ങനെ വായിക്കും. ഉടമ്പടി പ്രകാരം വചനം വായിക്കേണ്ടത് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈശോ വചനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പുതിയ നിയമം തന്നെയാണ് വായിക്കേണ്ടത്. സുവിശേഷം തന്നെയാണ് വായിക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല ഉള്ളത് സങ്കീർത്തനെടുത്ത് വായിക്കും, പ്രഭാഷകം വായിക്കും, സുഭാഷിതം വായിക്കും, അങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. സുവിശേഷം ലോകിയ ജീസസ് ഈശോൻ്റെ തനിവചനങ്ങൾ വരുന്ന വചനങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ അതിങ്ങനെ പേപ്പർ വായിക്കണവർ വായിക്കാൻ പറ്റത്തില്ല. എങ്ങനെ വായിക്കേണ്ടത്? ഒരു 30 വാക്ക് നമ്മളെടുത്ത് 30 വാക്കെടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പം മത്തായി ശ്ലീഹായുടെ 5-ാം അധ്യായത്തിൽ 30 വാക്യങ്ങൾ നമ്മൾ അരമണിക്കൂർ വായിക്കാനെടുത്ത്, അപ്പോൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായം ഇങ്ങനെ വായിച്ച് അരമണിക്കൂറാകുന്ന പോലെ വായിക്കാനല്ല. ഉടമ്പടി പ്രകാരം വായിക്കണത് എന്തിനാണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ സുവിശേഷത്തെ വിശ്വസിക്കുമ്പോൾ എല്ലാ മേഖലയിലും അനുതാപം ഉണ്ടാകണം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ദൈവരാജ്യ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. ലോകരാജ്യ പൈതലായിരുന്ന വ്യക്തി ദൈവരാജ്യ പൈതലായിട്ട് രൂപാന്തരം ഉണ്ടാകും. അതാണ് അനുതാപം എന്ന് പറയണത്. ആ ദൈവരാജ്യ പൈതലായിട്ട് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ സുവിശേഷ വിധിപ്രകാരമായിരിക്കണം. അതിന് സുവിശേഷ വിഹിതമായിരിക്കണം. ഒരു വിഷയത്തെ സുവിശേഷ വിഹിതമായി തന്നെ സമീപിക്കുമ്പോഴാണ്. ഇപ്പം നിങ്ങളുടെ ഒരു ഉദാഹരണത്തിന്, യോഹന്നാൻ മാന്താനായുടെ
വഴിയൊരുക്കൽ പ്രഭാഷണമില്ലേ? ലുക്കായുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ പട്ടാളക്കാരെ വന്ന് യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അനുദപിച്ചിട്ട് അപ്പോൾ പട്ടാളക്കാർ ചോദിച്ചത് എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, അല്ലേ? അപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വരുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം. അതായത് ബ്ലേഡിന് പോയി തലവെക്കരുത്. അതാണ് ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞത്. എന്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം? അതാണല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടത്തില്ലല്ലോ. ഇപ്പം ക്രിസ്മസ് വരാൻ പോകണം. ഇപ്പം എന്താ ചെയ്യാൻ പോണത്? കടം മേടിച്ച ഫ്രിഡ്ജെല്ലാം മാറ്റാൻ പോകുകയല്ലേ ഇപ്പം, ഇല്ലേ? ടി വി എല്ലാം മാറ്റാൻ പോകുകയും. ടി വി നമ്മുടെ ഈ സാധാരണ മേശപ്പുറത്ത് വെക്കുന്ന ടി വി ആണുള്ളെങ്കിൽ അതുകൊണ്ട് തൊട്ടിക്കളഞ്ഞേച്ച് മറ്റേ LED TV എടുത്ത് വെക്കാൻ ഭിത്തിയത്ത് വെക്കണ വലിയ ടി വി മേടിക്കാൻ പോകുകയും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണില്ലല്ലോ. അപ്പോൾ സ്വാഭാവിക കടം വരും. അനുതാപത്തിൻ്റെ മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ദൈവം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അനുതാപമുണ്ട്. കാര്യം അനുദപിക്കുമ്പോൾ എന്താ പറയുന്നത്? തൃപ്തി ഒരു വിഷയമാണ്. ഇപ്പം ചുങ്കക്കാർ വന്ന് അവൻ്റെ മുമ്പ് ഞാൻ സ്ഥാനപ്പെട്ടു, അനുദപിച്ചു. അപ്പോൾ ചുങ്കക്കാർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് പ്രഭു ചെയ്യേണ്ടത്? അപ്പം ചുങ്കക്കാരോട് എന്താ പറഞ്ഞത്? ഓരോരുത്തരിൽ നിന്നും അമിതമായി ഈടാക്കരുതെന്ന് പറഞ്ഞു. അമിതമായി ഈടാക്കരുത്. അവർക്കുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ മേൽ ഭാരം വെക്കരുതെന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മുടെ ജീവിതം മൊത്തം ഇപ്പം അതായത് ഇപ്പം നീ ഭാര്യയാണ്, അല്ലെങ്കിൽ നീ ഭർത്താവാണ്, അല്ലെങ്കിൽ നീ കുഞ്ഞാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ്, അവരൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ഒരു ദിവസം, ഒരു ഡോക്ടറാണ് അദ്ദേഹം, ഒരു ഹോമിയോ ഡോക്ടർ. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, വെച്ചാ എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ അധികം ഒന്നും വീട്ടിൽ പോയിട്ടില്ല. അയാൾ വളരെ നല്ല ഒരു സ്വഭാവമായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞ ഭാര്യയ്ക്ക് മിക്കവാറും വട്ടായിരിക്കുമെന്ന്. കാര്യം അപ്പനും അമ്മയും വീട്ടിലില്ലേ, ഇല്ലേ? പ്രായമുള്ള അപ്പനും അമ്മയെ പോയി കാണണ്ടേ, സഹോദരങ്ങളില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ അത് വലിയ പുണ്യമായിട്ട് പറയുകയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ ഡോക്ടറെ എന്തുകൊണ്ടാണ് പോകാത്തത്? അല്ല, അവൾക്ക് ഇപ്പോൾ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ലഞ്ഞിട്ടല്ല പ്രശ്നം, ആ വിഷയം പഠിച്ചു വന്നാൽ ശരിയാ, രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ വൈഫിൻ്റെ കൈ കൊണ്ടേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലുള്ളവർ ആരെങ്കിലും വിളമ്പി കൊടുത്താൽ പുള്ളിക്കാരൻ കഴിക്കത്തില്ല. വൈഫ് പള്ളിയിൽ പോയിരിക്കുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് വരണവരെ പുള്ളി പട്ടിണി ഇരിക്കും. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയച്ചു വന്നാലും പുള്ളി അവിടെ ഇരിക്കും. അതുകൊണ്ട് വൈഫ് പള്ളി കഴിയുമ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ മസിലും പിടിച്ച് മോന്തം കയറ്റിയിരിക്കുകയല്ലേ, അല്ല സ്നേഹത്തോടെ ഇരിക്കണമല്ലേ. പന്നി പള്ളിയിൽ പോയി കിടക്കണം, വേറെ പണിയൊന്നുമില്ല, അങ്ങനെ പോന്നാൽ പോരാ. ഞാൻ മനസ്സിൽ ഇതും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പുള്ളി. അത് കാരണം അവർ പരക്കം പാഞ്ഞ് പരവച്ച് പ്രഷർ പഠിച്ച് തലയിൽ കറങ്ങിയാണ് ഈ പാവം വന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ എടുത്ത് കൊടുക്കുമ്പോൾ അതായത് മേശപ്പുറത്ത് വിളമ്പി വെച്ചാൽ പോലും എടുത്ത് കഴിക്കത്തില്ല. ഇവർ വന്ന് എടുത്ത് കൊടുക്കണം. പിന്നെ എങ്ങനെ അവർ വീട്ടിൽ പോകണം? പിന്നെ എങ്ങനെ അവർ വീട്ടിൽ പോണത്? അപ്പോൾ എന്താണ്? അമിതമായ ഭാരം. അതാണ് യോഹന്നാൻ പറയണത്, നിങ്ങൾ ഒരു വ്യക്തികളിൽ നിന്ന് ഈടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈടാക്കാൻ നോക്കരുത്. ഇപ്പം തന്നെ കുഞ്ഞുങ്ങളെ തന്നെ കണ്ടിട്ടല്ലേ, ഇപ്പം ചില അമ്മമാർ കുഞ്ഞുങ്ങൾ ഇത്രയും ഡിപ്രഷൻ ഇപ്പം അമ്മമാരെ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്ന് അവരുടനെ കടയിൽ പറഞ്ഞു വിട്ട്, കടയിൽ നിന്ന് പുറത്തുനിന്ന് വെച്ച് വന്നപ്പോൾ ആങ്ങളുടെ അടുത്ത് പറഞ്ഞു വിട്ട് അവനെ നിലക്ക് നിർത്തത്തില്ല, പായിക്കും, ഓരോ കാര്യം പറഞ്ഞ് പായിക്കും. അതും അമിതമായി ഈടാക്കുകയാണ്. തിരിച്ചും മറിയോ ഇതെല്ലാം ഇത് വചനമാണ്. ഇത് വചനമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അതായത് ഇത് വചനമാണ്. അതായത് ഓരോ വ്യക്തികളിൽ 3:7 3:12 വചനം. ലുക്കായുടെ സുവിശേഷം ചുങ്കക്കാർ വന്ന് ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ് അമിതമായി ആരോടും ഈടാക്കരുത്. വൈഫാകാം,
ഭർത്താവാകാം, അല്ലെങ്കിൽ മക്കളാകാം, അയൽവാസികളാകാം, ഈടാക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ നമ്മൾ ആ വചനം പാലിക്കുകയാണ്, ആ വചനം പാലിക്കുകയാണ്. അപ്പോഴാ വചനപ്രകാരമാണ് നമ്മൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യണത്. മനസ്സിലായി? ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ അവസാനം എങ്ങോട്ട് വരും? ഉടമ്പടി വരും. ആ വചനപ്രകാരമാണ്. അമ്മ എന്താ പറഞ്ഞത്? ഒരു പ്രതിസന്ധി വന്നു. പ്രതിസന്ധി വന്നപ്പോൾ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്തു. മേരി, മനുഷ്യന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വചനം പാലിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതാണ് അമ്മ. മേരി, മനുഷ്യന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മച്ച സാക്ഷ്യം പറഞ്ഞത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. എല്ലാ സാക്ഷ്യങ്ങളും ഇഷ്ടമാണ്. പക്ഷെ അവരെന്നാ പറഞ്ഞു വെച്ചാൽ അവരുടെ മകന് ഒരു MCHൻ്റെ അഡ്മിഷൻ വേണം. അപ്പോൾ ഇന്ത്യയിൽ 21 സീറ്റേ ഉള്ളൂ മൊത്തം. സർജിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ പരീക്ഷയാണ്. അതിൻ്റെ സീറ്റ് വേണം. ആദ്യം തോറ്റു. കാര്യം വലിയ ഹൈ കോമ്പറ്റീഷൻ ഉള്ളതല്ലേ. MD MS ഡോക്ടർമാരാണിത് എഴുതണത്. അപ്പം അതുകൊണ്ട് അവരെ നല്ല കോമ്പറ്റൻറ്റ് പേഴ്സൺസ് എഴുതണതാണ്. സീറ്റും കുറവായത് കാരണം. പക്ഷെ അവർ പറയുന്ന ഒരു വാക്ക്, അവനെ അത് കിട്ടിയേ തീരത്തുള്ളൂ, വേറൊരു മാർഗ്ഗം അവനില്ല. കാര്യം അവൻ്റെ ഫീൽഡ് അതാണ്. അപ്പോൾ ഓപ്ഷൻ ഇല്ല, ഫീൽഡ് അതാണ്. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്ത്, എന്താ, ഞാൻ കുത്തിയിരുന്ന് ആരോടെങ്കിലും എനിക്ക് വെറുപ്പുണ്ടോ, നീരസമുണ്ടോ, എനിക്ക് അഹങ്കാരമുണ്ടോ, കർത്താവ് പ്രവർത്തിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ച് 1 by 1 ആയിട്ടെല്ലാം കളഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഉടമ്പടിയാ. അവിടെ സാക്ഷി കിടക്കുന്നുണ്ട്. 1ാം റാങ്കിലാണ് അവൻ പാസ്സായിരിക്കണത്. പക്ഷേ അമ്മ ആ സാക്ഷ്യം പറയുമ്പോൾ അതിക്ക് മുമ്പ് ഉടമ്പടിയുടെ സ്പിരിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഉടമ്പടിയുടെ സ്പിരിറ്റ് വെച്ചാൽ ആരോടെങ്കിലും ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്, നിന്നോട് 1 മൈല് നടക്കാൻ നിന്നെ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നീ എന്ത് ചെയ്യണം? 2 മൈല് നടക്കണം. അത് അവൻ പറഞ്ഞതല്ലേ. അവൻ പറഞ്ഞതുപോലെയല്ലേ ഉടമ്പടി പ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്നതല്ലേ നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണത്. അപ്പം നിന്നോടിപ്പോൾ മത്തായിയുടെ സുവിശേഷം 5:40, മത്തായി 5:40 എന്താ പറയണത്? നിന്നോട് 1 മൈല് നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ നീ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ, ആഗ്രഹിക്കല്ലേ, നിർബന്ധിക്കണേ, കുരിശാണേ. നമുക്ക് സാധാരണ സ്നേഹബുദ്ധിയ തരണത് സാധാരണ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റാണ്. അത് കുരിശെന്താ? നമുക്കിഷ്ടമില്ല, പക്ഷെ ചെയ്യാതെ നിവർത്തിയില്ല. അതാണ് കുരിശ്. ഇഷ്ടമില്ലെന്ന് ഈശോ പറഞ്ഞല്ലോ. പിതാവേ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അപ്പം എൻ്റെ ഇഷ്ടം ഇത് കടന്നു പോകുന്നതാണ്. പക്ഷേ അങ്ങയുടെ ഇഷ്ടത്തിനാണ് കുരിശെന്ന് പറയണത്. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ, നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ വേറെ പേരെന്താ? കുരിശ്. നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ പേരാണ്. അതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, അതായത് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. അപ്പോൾ എൻ്റെ ഇഷ്ടം അത് കടന്നു പോകുകയെങ്കിൽ ആണ്. പക്ഷേ എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിതാവിനോടുള്ള സ്നേഹത്തോടെയാണ് നമ്മൾ കുരിശുകളെടുക്കുകയോ വചനങ്ങൾ പാലിക്കുകയോ ചെയ്യണത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈശോ വചനം പാലിച്ചത് എങ്ങനെയാണ്? അത് നമ്മുടെ ഇപ്പോൾ അപ്പനാണ്, നീ അമ്മയാണ്. അപ്പനാണ് അമ്മയാണെന്നുള്ള ഉത്തരവാദിത്വം നിനക്ക് വേണേ കുഞ്ഞുങ്ങളുടെ കൂടെ ഉറക്കം ഒളിക്കുകയോ ആശുപത്രിയിൽ പോയി കൂട്ടിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കും അതിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ഒന്ന്. പക്ഷെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിലല്ല വചനം പാലിക്കേണ്ടത്. വചനം പാലിക്കേണ്ടത് പിതാവിനോടുള്ള സ്നേഹപ്രകാരമാണ്. അങ്ങനെയാണ് ഇത് അഭിഷേകമായി വരണത്. വചനം അഭിഷേകമായി വരണത്, വചനം പാലിക്കണത് ദൈവത്തോടുള്ള നമ്മുടെ ഒരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ നീ ഒരു വിശ്വാസിയാണ് എന്ന രീതിയിൽ ഉത്തരവാദിത്വം കൊണ്ടല്ല. ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന കുർബാന കൂടുന്നു, ഒരു ക്രിസ്ത്യാനി രീതി നമുക്ക് നിയമപരമായിട്ട് കടമാണ്.
ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതല്ല, അങ്ങനെ പോണവരുണ്ട്. പിന്നെ എന്താണ്, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പോണവരും ഉണ്ട്. ഇതിൻ്റെ വിഷയമെന്ന് പറയണത് വചനം പാലിക്കണത് ദൈവസ്നേഹപ്രകാരമാകണം. പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, വചനം ദൈവത്തോടുള്ള സ്നേഹപ്രകാരം പാലിച്ച് അഭിഷേകം പ്രാപിച്ച് ഈസിയായി ലളിതമായി വചനം സാക്ഷീകരിക്കാൻ എന്നെ ഈ ഉടമ്പടിക്കാലത്ത് പ്രത്യേകം സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കള്, നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളവര്, ഇപ്പോൾ കൃപാസനത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ലൈവ് സ്ട്രീമിലൂടെ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്ന ദിവ്യകാരുണ്യത്തിലേക്ക് അവരുടെ ജീവിത നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ, അവരെ ശക്തിപ്പെടുത്തണമേ, സാന്ത്വനപ്പെടുത്തണമേ. പരിശുദ്ധവരും ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം മക്കളെ, സീരിയസ് ആയിട്ട്. ഒരാഴ്ച ഒരു വചനമെങ്കിലും ജീവിതത്തെ പാലിക്കുമെന്ന, അതാണ് ഉടമ്പടി എന്ന് പറയണത്. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണ്. അതാണ് ഈ 30 ഉടമ്പടി പ്രകാരം വചനം വായിക്കണം. എങ്ങനെയാണ്? 30 വചനം എടുത്തിട്ട് അത് തന്നെയാണ് ഈ ആവർത്തിച്ച് വായിക്കണത്. അല്ല വായിച്ച് പോവുകയല്ല. അത് നിങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ സാധാരണ വായിക്കണ പോലെ. ഉടമ്പടി പ്രകാരം വചനം വായിക്കണത് 30 വചനം എടുക്കും. 30 വചനം എടുത്തിട്ട് അരമണിക്കൂർ കൊണ്ട് ഈ വചനം ഒരു 3-4 ആവർത്തിച്ച് വായിക്കും. അരമണിക്കൂർ കൊണ്ട് ഈ വചനം 3-4 ആവർത്തി, എപ്പോഴാണ് അരമണിക്കൂർ തീരണത് അത് വായിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയണത്, അരമണിക്കൂർ കർത്താവിൻ്റെ വചനം പ്രാർത്ഥനാപൂർവ്വം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു വചനം ആത്മാവിൽ തുളച്ചു കയറും. വചനം മാംസമാകും. വചനം എല്ലാം എന്തിനുള്ളതാ? യോഹന്നാൻ 1:14 വചനം എന്തിനുള്ളതാണ്? മാംസമാകാനുള്ളതാണ്. എല്ലാ വചനങ്ങളും അങ്ങനെയാണ്. എല്ലാ വചനങ്ങളും മാംസമാകാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നടപ്പാകാനും നടപ്പായി ദൈവത്തിൻ്റെ സാക്ഷിയാകാനും അത് ഭൗതിക മേഖല അനുഗ്രഹമാകാനും വേണ്ടിയുള്ളതാണ് എല്ലാ വചനങ്ങളും. അതുകൊണ്ടാണ് അമ്മയെ കാണുമ്പോൾ എലിസബത്ത് എന്താ പറയണത്? ലൂക്ക 1:45 മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോൾ വചനം എന്തിനുള്ളതാണ്? നിറവേറാനുള്ളതാണ്. ഓരോ വചനവും നിറവേറാനും നിറവേറ്റാനും ഉള്ളതാണ്. അപ്പം അത്രയും ബന്ധം അമ്മ വചനത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ അടുത്താണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എത്ര പച്ചവെള്ളമാം പോലുള്ള അവസ്ഥയാണ്, നിസ്സഹായമാണ്, പണമില്ല, സാമ്പത്തിക കടമാണ്, രോഗമാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ വെള്ളമെല്ലാം വീഞ്ഞാകും. ഇപ്പം ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ കേട്ടത്, ഇന്നലെയാണ് ഞങ്ങൾ 12 മണിക്ക് ഉച്ചയ്ക്ക് അത് ഇട്ടത്. പക്ഷേ അത് ഇപ്പോഴ് 12 മണിയായപ്പോൾ 1,94,000 പേര് ആ സാക്ഷ്യം കണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിന് കിഡ്നി മുറിച്ച് കളയണ വിഷയമാണ്. പിഞ്ചു കുഞ്ഞിന് കിഡ്നി മുറിച്ച് കളയാം. ഡോക്ടർ പറഞ്ഞു, ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞ് കിഡ്നി 28 mm ഉണ്ട്, ബലൂൺ പോലെ ഇരിക്കുകയാണ്, ഇത് ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല, മുറിച്ച് കളയേണ്ടി വരുമെന്ന്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര, അവരുടെ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പം പ്രസവിച്ച് സന്തോഷമാണെങ്കിലും ഇതാണ് അവസ്ഥയത് കാരണം അവൾക്ക് പ്രസവിച്ചിട്ടും കുഞ്ഞിനെ കിട്ടിയിട്ടും സന്തോഷമില്ല. കുഞ്ഞിൻ്റെ കിഡ്നി മുറിക്കണ്ടേ. മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് മുറിച്ച് കളയണ മുമ്പ് അവർ പിന്നെ 3 പ്രാവശ്യം സ്കാൻ ചെയ്ത് അപ്പോഴും ഈ കുഞ്ഞിന് ഇപ്പം 3 മാസമായെങ്കിലും കിഡ്നി ഈ വലുതാ, ഓവർ സൈസാണ്. 5-6 മില്ലിമീറ്റർ മതി. അതിന് 28 ഉണ്ട്, 7 ഇരട്ടിയാൻ പറ്റുന്നുണ്ട്, ബലൂൺ പോലെ ഇരിക്കുകയാണ്. അത് കളക്ട് ചെയ്യണം. അപ്പം അമ്മ വന്ന് ഉടമ്പടി ചെയ്ത്
മുറിക്കണേന് തലേ ദിവസം വന്ന് ഉടമ്പടി ചെയ്ത്, എന്നിട്ട് അവൾ പറയണത് ഉടമ്പടി ഉപ്പ് ഞാനും കഴിച്ചു, ഉടമ്പടി ഞാനും പാലിച്ചു കൊച്ചിന് വേണ്ടി. എന്നിട്ട് ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ മുതുകത്ത് കിഡ്നിയുള്ള ഭാഗത്ത് പുരട്ടി കൊടുത്തു. ഉടമ്പടി തൈലം എന്നിട്ട് വചനമെല്ലാം കൃപാസനത്തിൻ്റെ പത്രികയെല്ലാം ഞാൻ കുഞ്ഞിനെ കിടത്തി ചെറുകഥ പറയണ പോലെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും. കുഞ്ഞിനെ കിടത്തി ഒരമ്മ ചെയ്യണ കാര്യങ്ങളാണ്. കൃപാസനത്തിൻ്റെ ആ സാക്ഷ്യമെല്ലാം അവിടെ വരുന്ന പത്രത്തിലെ ഓരോ സാക്ഷ്യം കുഞ്ഞ് കിടക്കുമ്പോൾ കുഞ്ഞിനൊന്നും അറിയത്തില്ല, വെറുതെ ഈ അമ്മയുടെ ഒരു വിശ്വാസമാണ്. ആ സാക്ഷ്യമെല്ലാം കുഞ്ഞിനെ പറഞ്ഞ് കേൾപ്പിക്കും. ഇതെല്ലാം ചെയ്യണേ എന്താണ്? ദൈവത്തം ബുദ്ധിപരമായിട്ട് നോക്കിയാൽ എന്ത് മണ്ടിയാണ് ഈ അമ്മയെന്ന് തോന്നും. പക്ഷേ അവൾ വിശ്വാസത്തിലാണ് അത് ചെയ്യണത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വചനം പറയും, പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കണ വിധം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് വിശ്വാസവിധി പ്രകാരമാണെന്ന് പറയും. മനസ്സിലായില്ലേ? വിശ്വാസവിധി പ്രകാരമാണ്. അപ്പം അമ്മ എന്താ ചെയ്യണത്? ഈ കുഞ്ഞിന് ഓരോ വചനവും കുഞ്ഞ് കേൾക്കണില്ല, അറിയണമില്ല. പക്ഷെ അമ്മയുടെ ഒരു വിശ്വാസത്തിൽ ഈ കുഞ്ഞിലേക്ക് ഈ സാക്ഷ്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, കിഡ്നി മുറിക്കാൻ വേണ്ടി ആശുപത്രി കൊണ്ടുചെല്ലുമ്പോൾ ഡോക്ടറിനോട് ഇവർ കെഞ്ചും, ഡോക്ടർ ഒന്നുകൂടി ഓപ്പറേഷൻ ചെയ്യുക. കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കയറി, കുറേ പേരല്ല, അവർ വെച്ചിട്ട് ഉടമ്പടിയാണ്. പിന്നെ ഉടമ്പടി എന്താണെന്ന് ഡോക്ടറിനോട് വിശദീകരിക്കേണ്ടി പറഞ്ഞാൽ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അപ്പം അമ്മയല്ലേ, നമ്മൾ നോക്കിയതല്ലേ, 3 പ്രാവശ്യം സ്കാൻ ചെയ്തതല്ലേ, സെയിം റിപ്പോർട്ടല്ലേ. അപ്പോൾ ഡോക്ടർ അവസാനം സമ്മതിക്കും. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉടമ്പടി കാശുരൂപ എടുക്കും. കാശുരൂപ എടുത്തിട്ട് കുഞ്ഞിനെ കമത്തി കിടത്തുമ്പോൾ മുതുകിൻ്റെ നേരെ ഇങ്ങനെ വെച്ച് വിശ്വാസപൂർവ്വമാണ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഈ വിശ്വാസം ആട്രിബ്യൂട്ട് ചെയ്യണത്, വിശ്വാസം എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യണമെന്ന് നമ്മൾ അറിയണം. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് അപ്പോൾ ഉടനെ സർജൻ കയറി വരും. നാളെ കുഞ്ഞിനെ കിഡ്നി മുറിക്കാനുള്ള ആൾ കയറി വരും. എന്താ ഇവിടെ അല്ലേ, ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ അമ്മ പറഞ്ഞുകൊണ്ട് ചെയ്യുക. അതെല്ലാം നമ്മൾ നേരത്തെ നോക്കി ഫിക്സ് ചെയ്തുള്ള കാര്യങ്ങളല്ലേ. പിന്നെന്താ ഡോക്ടർ കാര്യം ആൾ 3-4 പ്രാവശ്യം സ്കാൻ ചെയ്തല്ലോ, എല്ലാം അസൈൻ ചെയ്ത് പോയ കാര്യങ്ങളാണ്. അപ്പോൾ അമ്മ പറയും, അമ്മ ഉടനെ സ്കാനിങ്ങിൻ്റെ മോണിറ്ററിലോട്ട് നോക്കും. കാര്യം ഇവരെപ്പോഴും വലിയ കിഡ്നി കണ്ട് അമ്മയ്ക്ക് നല്ല നിശ്ചയമാണ്, എത്രയോ സ്കാൻ ചെയ്തതാണ്. പിന്നെ സ്കാൻ ചെയ്തിരിക്കുന്ന സമയത്ത് മോണിറ്ററിലോട്ട് നോക്കുമ്പോൾ ഡോക്ടർ പറയും, സാർ ഇതിലൊന്നും, സർജനോട് പറയും, സാർ ഇതിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അച്ഛാ ആ പഴയ ബലൂൺ പോലുള്ള കിഡ്നി ഇല്ല, അത് പഴയ സാധാരണ കിഡ്നി പോലെ ഇരിക്കണം എന്നില്ല. അപ്പോൾ സർജൻ ഇവിടെ നോക്കുമ്പോൾ ശരിയാണ്, അതായത് ആ വലിയ കിഡ്നി കാണാനില്ല, അവന് സാധാരണ നോർമൽ 2 കിഡ്നി ഇരിക്കുകയാണ്. അപ്പോൾ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് മുറിയിൽ വരുമ്പോൾ ഡോക്ടറോട് പറയുകയും, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ മുകളിൽ ഒരാളുണ്ടെന്ന്. ഈ ഡോക്ടർ വെറുതെ പറയുകയെ, ആളാരാ? ഉടമ്പടി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയുള്ളത് ആരാണ്? അമ്മയാണുള്ളത്. പക്ഷേ അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ. അവരാ വിഷയത്തെ ഇപ്പോൾ ജോയ്സൺ ബ്രദർ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരോട് ചോദിച്ച സാക്ഷ്യം ഉടമ്പടി പുതുക്കിയിട്ടില്ല ചില ആൾക്കാർ. അപ്പോൾ അതായത് നീ സാക്ഷ്യം പറയുന്നവർ പോലും പാണ്ടാക്കി മാറ്റുന്നുണ്ട്. വെളുക്കാൻ ചാക്കണ പാണ്ടാക്കി മാറ്റാൻ ശ്രദ്ധിക്കണം ഈ വിഷയം. കാരണം ഉടമ്പടിയാണിത്, അല്ലാതെ അപേക്ഷക്കത്തല്ല. ആ ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ സത്യസന്ധതയാണ് നോക്കണത്. നമ്മളെ സത്യസന്ധതയായിട്ടാണ് ഈ വിഷയം. നിങ്ങൾ കർത്താവേ എനിക്ക് വചനം പാലിച്ച് ജീവിക്കാൻ ഒരു അനുഗ്രഹം തന്നെ എന്ന് നിങ്ങളിപ്പോൾ 10 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയി, ആ കൊച്ചിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ അല്ലേ? 10 പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയി, പൊട്ടിപ്പോയി. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ കൂടെ പോയി, ആ വിഷയം സെറ്റായി. അവൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞില്ലത്, അമ്മ എഴുതി തന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ? അവസാനം 15 പേരിൽ 10 പേര് ഔട്ടായി, ബാക്കി 5 പേര്. 5 പേരിൽ അവർക്ക് ഒരാളെ മതി. 5 പേര് എടുത്തിട്ടില്ല അവർ. ആ ഒരാളായിട്ടാണ് ഇവളെ എടുക്കണത്. അത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ആ സാക്ഷ്യം. അപ്പോൾ ഇത്രയും വിഷയമാണ്. അതായത് നിനക്ക് എന്ത് കടുകട്ടിയായ വിഷയമായാലും അമ്മ ആ വിഷയം ഏറ്റെടുത്താൽ
പിന്നെ പ്രശ്നമില്ല. പക്ഷെ നിൻ്റെ കയ്യിരിക്കണേ എന്താ? ഏറ്റെടുപ്പിക്കണം മോളെ, മക്കളെ. അമ്മയെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കണം. ഏറ്റെടുപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി വരികയാണ്. അവിടെ വരുമ്പോൾ തന്നെ ഭാര്യയെ തള്ളാൻ നീ എടെന്ന് പറയും. എന്താണ്? ഇയാൾ സ്മോൾ അടിക്കും. അത് അയാൾക്കാണ് കടം, അയാൾക്കാണ് കരളിൻ്റെ രോഗം. പക്ഷേ ആ കരളിന് രോഗമുള്ള പിശാച് ഉടമ്പടി ചെയ്യത്തില്ല. അപ്പോഴും തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കാൻ നോക്കും. അയാൾക്കാണ് കരളിൻ്റെ രോഗം, അയാളാണ് ഉടമ്പടി എടുക്കേണ്ടത്. അതുകൊണ്ട് ഉടമ്പടി എടുത്താൽ സ്മോൾ അടിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് പുള്ളിയുടെ ഒരു പ്രാവശ്യം കൊണ്ട് അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭാര്യയെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ തന്നെ ഫ്രോഡാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഫ്രോഡുള്ള ആൾക്കാർ വന്നിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ പണിയായിരിക്കും. അപ്പം അങ്ങനെ ദൈവത്തെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഒക്കട്ടെ, നീ എടുക്ക്, എൻ്റെ കാര്യങ്ങളൊന്നും കളയാൻ ഞാൻ തയ്യാറല്ല. അപ്പം അത് അങ്ങനെയുള്ള നിലപാടുകളാണ് പ്രശ്നം വരുന്നത്, ഉടമ്പടി വരുന്നത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് ഈ കാലങ്ങളിലെ. ഫ്രാൻസിസ് അസീസിക്ക് ദൈവം കുരിശിൻ്റെ വഴി കൊടുത്തു. ഫ്രാൻസിസ് സേവറിന് ദൈവം ഡോക്ടറിന ക്രിസ്തു വണക്കമാസവും ദേവാസ്ത വിളി കൊടുത്തു. സെൻറ്റ് ഡോമിനിക്കിന് ജപമാല കൊടുത്തു. ചാവർ അച്ഛന് 40 മണി ആരാധന കൊടുത്തു. ഈ കാലത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു പുസ്തകമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എത്രയോ മനുഷ്യരാണ് വന്ന്, ഇൻക്ലൂഡിങ് മുസ്ലിംസ് ഡോക്ടേഴ്സ് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നിങ്ങളെ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വിഷയം ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. പക്ഷേ അതിൻ്റെ ആന്തരിക മർമ്മം അറിയുകയാണെങ്കിൽ ഒരു വിശ്വാസി 3 മാസം കൊണ്ട് വേദസാക്ഷിയാകും. ഒരു വിശ്വാസി 3 മാസം കൊണ്ട് ഉടമ്പടി പ്രകാരം ആണ് കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ വേദസാക്ഷിയായി മാറും, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറും. അങ്ങനെ മാറ്റുന്നതാണ് ഉടമ്പടി. അതിനു വേണ്ടിയാണ് അമ്മ ഉടമ്പടി തന്നിരിക്കണം. അല്ലാതെ നിങ്ങളെ IELTS MOH പാസ്സാക്കി എടുക്കാൻ മാത്രമല്ല. അത് ഇടയ്ക്കൊക്കെ ബ്രദർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് കഴിഞ്ഞിട്ട് പോയാൽ വിദേശത്ത് പോയാൽ അവിടെ കർത്താവിന് വേണ്ടി ജീവിക്കുമോ? അതാ നിങ്ങളിതെല്ലാം മറന്നിട്ട് തൽക്കാലം കാര്യം കാണാൻ വേണ്ടി മാത്രം എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാര്യം കണ്ടു കഴിയുമ്പോൾ ലോകത്തിൻ്റെ പഴയ വ്യക്തിയായി മാറുമോ? ഇതാണ് ഒരു പ്രശ്നം. ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കാൻ കാരണം ദൈവത്തിന് അവരെക്കുറിച്ച് അറിയാം. അവർ വീട് വിറ്റ് കഴിഞ്ഞ് കടവും പരിഹരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പറമ്പും വിറ്റ് കടവും പരിഹരിച്ച് മകളെയും കെട്ടിച്ച് കഴിയുമ്പോൾ അവർ പഴയ ആൾക്കാരായി മാറും. ആ പഴയ ആൾക്കാരെ മാറുമെന്ന് ഈ പെട്ടി കത്തിടുമ്പോൾ തന്നെ കർത്താവിനറിയാം. ഇത് ചുമ്മാ പറമ്പ് വിപ്പിച്ച് കടം മാറ്റാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. ഇവന് എങ്ങാനും പറമ്പ് വിറ്റ് കൊടുത്താൽ ഇവൻ കുറച്ച് പൈസ കൊണ്ട് മകളെയും കെട്ടിക്കും, ബാക്കി പൈസ കൊണ്ട് വേറെ പലയിടത്ത് വേണമെങ്കിൽ തായ്ലൻഡിലോട്ടും കയറിപ്പോകും. സെക്സ് ടൂറിസം എവിടെയാണുള്ളത് അവിടെയും കയറിപ്പോയിക്കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിൽ താമസിക്കും. കാര്യം എന്താ? അതായത് ദൈവം എപ്പോഴും നോക്കണത് ദൈവരാജ്യമാണ്. കർത്താവ് ഞങ്ങൾക്കറിയാമല്ലോ, അനുദപിക്കുക, അതായത് റിപ്പന്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് എന്നല്ലേ യോഹന്നാൻ പറയണത്. എന്തിനാണ് അനുദപിക്കണത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അനുതാപം വെച്ചിരിക്കണത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു വിഷയമുണ്ട്. ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇന്നാക്റ്റീവ് ആയിപ്പോവും. ദൈവരാജ്യ പൈതലാകുമ്പോൾ ചില കാര്യങ്ങൾക്ക് ലോകരാജ്യ പൈതലിനെ പോലെ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് കർത്താവെ നീ ഉടമ്പടി ചെയ്യുമ്പോഴേ നീ പ്രാർത്ഥിക്കണേ എന്താണ്? വചനം ഈസിയായി നടപ്പാക്കാൻ ഇടയാക്കണമേ, എന്നെ ഒരു ദൈവരാജ്യ പൈതലാക്കി മാറ്റണമേ. അങ്ങനെ നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ, ഒന്ന് പ്രാർത്ഥിച്ച് വചനം എളുപ്പത്തില് ഈസിയായി നിറവേറ്റാൻ സഹായിക്കണേ. എന്റെ വേഗം ദൈവരാജ്യം പൈതലായി മാറ്റണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ പാദാന്തികത്തിലേക്ക് സമർപ്പിക്കുന്നു. വചനം പരിശുദ്ധമ്മയിൽ മാംസം ധരിച്ചതുപോലെ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തെ സ്പർശിച്ച് അഭിഷേകമായി തീർപോലെ കർത്താവേ, ഞങ്ങളിൽ വചനം നിറയ്ക്കണമേ. ആത്മത്തിനില്ലായ്മയും എൻ്റെ അകതാരിൻ വല്ലായ്മയും, എൻ്റെ ആത്മത്തിനില്ലായ്മയും
എൻ്റെ അകതാരിൻ വല്ലായ്മയും സർവം യേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവം യേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ.